അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഒരു യുദ്ധമുണ്ടായാൽ അതിൽ പ്രധാനമായും 4 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. സൂറത്തു ആൽ ഇമ്രാനിലെ 140, 141 ആയത്തുകളിൽ നമുക്കത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നിടത്ത് അള്ളാഹു പറയുന്നു, വത്തിൽക്കൽ അയ്യാമു നുദാവിലുഹ ബൈനന്നാസ്. ജനങ്ങൾക്കിടയിൽ വിജയപരാജയങ്ങൾ, മുസ്ലിമീങ്ങൾ ഒരു വേള ഒരു യുദ്ധത്തിൽ ജയിക്കും, ചിലപ്പോൾ അവർ പരാജയപ്പെട്ടേക്കാം. അപ്പോൾ വിജയവും പരാജയവും മാറി മാറി വരും. അതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? വലിയഅലമല്ലാഹുല്ലദീന ആമനു. യഥാർത്ഥ മുഅ്മിനുകളെ അള്ളാഹുവിന് തിരിച്ചറിയാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ, ആരാണ് യഥാർത്ഥ വിശ്വാസികൾ? ഇങ്ങനെ ഒരാളുടെ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിയണം. പരീക്ഷണങ്ങളിലും പരാജയങ്ങളിലും അവരുടെ ഈമാനിൽ കുറവുണ്ടോ എന്ന് അല്ലാഹു തിരിച്ചറിയുകയാണ്. ഇങ്ങനെ യഥാർത്ഥ മുഅ്മിനുകൾ ആരാണ് എന്ന് റഹ്മാനായ റബ്ബ് അറിയുവാൻ വേണ്ടി. അതിനു പുറമെ വയത്തഖിദ മിൻകും ശുഹദ, നിങ്ങളിൽ നിന്ന് ഷഹീദുകൾ ഉണ്ടാകുവാൻ വേണ്ടി, രക്തസാക്ഷികൾ ഉണ്ടാകുവാൻ വേണ്ടി. കാരണം രക്തസാക്ഷിയാവുക എന്നുള്ളത് പരലോകത്ത് വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ആ നിലക്ക് രക്തസാക്ഷികൾ ഉണ്ടാവുക, അവർക്ക് വമ്പിച്ച പ്രതിഫലം നൽകുക എന്നുള്ളതും യുദ്ധത്തിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നു. യഥാർത്ഥ മുഅ്മിനുകളെ തിരിച്ചറിയുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല. മൂന്നാമത്തത് വലിയുമഹ്ഹിസല്ലാഹുല്ലദീന ആമനു, വിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾക്ക് ശുദ്ധീകരണം നൽകുക, അവരുടെ പാപങ്ങളൊക്കെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുക. അങ്ങനെ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ടും അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ടും കൂടുതൽ ഈമാനും തഖ്വയും ഇഖ്ലാസും അവർക്ക് നൽകിക്കൊണ്ടും അവരെ പരിപോഷിപ്പിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. അതേസമയത്ത് നാലാമത്തത് വയംഹഖൽ കാഫിരീൻ, സത്യനിഷേധികളെ അള്ളാഹു ക്ഷയിപ്പിക്കുന്നതാണ്. അവരെ ഈ ലോകത്തും അള്ളാഹു യുദ്ധത്തിലൂടെ അവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാകും, പരലോകത്ത് അവർക്ക് വമ്പിച്ച ശിക്ഷയും. ഈ നിലക്ക് സത്യനിഷേധികൾക്ക് പരാജയവും നാശവും നാശനഷ്ടങ്ങളും ഉണ്ടാവുക, വിശ്വാസികൾക്ക് ശുദ്ധീകരണം നൽകുക, ഷഹീദുകളുണ്ടാവുക, യഥാർത്ഥ മുഅ്മിനുകളെ തിരിച്ചറിയുക. ഈ പ്രധാനപ്പെട്ട 4 ഉദ്ദേശങ്ങൾ യുദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.